മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഹിറ്റ് സിനിമകളിൽ ഒന്നാണ് മണിച്ചിത്രത്താഴ്. കാലങ്ങൾ എത്ര കടന്നുപോയിട്ടും മണിച്ചിത്രത്താഴും അതിലെ ഓരോ രംഗങ്ങളും പാട്ടുകളും കഥാപാത്രങ്ങളുമെല്ലാം മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും അതിലെ ഓരോ കഥാപാത്രങ്ങളും സീനുകളുമെല്ലാം നമ്മുടെ മനസ്സിൽ ഇന്നും അതേ നിറവോടെയുണ്ട്. ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രത്തിലെ ഗംഗയെയും നാഗവല്ലിയെയും നകുലനെയും സണ്ണിയെയും പ്രേക്ഷകർ ഓർക്കുന്നതിനൊപ്പം ഇന്നും ഓർത്തിരിക്കുന്ന പേരാണ് രാമനാഥൻ. നാഗവല്ലിയെയും രാമനാഥനെയും ആകും ഒരുപക്ഷെ മലയാളികൾ അല്ലെങ്കിൽ സിനിമാ ആരാധകർ ഏറ്റവും അധികം ഓർത്തിരിക്കുന്നത്. ഗംഗയിൽ കയറിയ നാഗവല്ലിയെ തളയ്ക്കാൻ മനോഹരമായ നൃത്ത ചുവടുകളുമായി വന്ന രാമനാഥൻ എവിടെ എന്ന് ആലോചിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. ശോഭന, സുരേഷ് ഗോപി, മോഹൻലാൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ നാഗവല്ലി എന്ന നർത്തകിയുടെ കാമുകനായി വളരെ കുറച്ച് സീനുകളിൽ എന്നാൽ വന്ന സീനുകളെല്ലാം ഏറ്റവും മനോഹരമായിരുന്നു. അതിലെ മനോഹര നർത്തകനായി എത്തിയത് രാമനാഥനായി എത്തിയത് പ്രശസ്ത നർത്തകനും കന്നഡ നടനുമായ ശ്രീധർ ആയിരുന്നു. നൃത്തത്തിന്റെ വഴികളിൽ കൂടി സഞ്ചരിക്കുന്ന ഈ നർത്തകനെ ശോഭന ശ്രദ്ധിച്ചിരുന്നു. ഒപ്പം തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത മനതിൽ ഉറുതി വേണ്ടും എന്ന തമിഴ് സിനിമയിൽ ശ്രീധർ അഭിനയിക്കുന്ന സമയത്ത് ശോഭനയും തമിഴ് സിനിമയിൽ സജീവമായ താരമായിരുന്നു. നൃത്തം കാരണം ഒരു സൗഹൃദമാണ് ഇവർ തമ്മിൽ ഉണ്ടായത്. ആ സമയത്ത് തന്നെയാണ് മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിൽ നൃത്തമറിയാവുന്ന ഒരാളെ വേണമെന്ന ഫാസിലിന്റെ ആവശ്യം എത്തുന്നത്. നടനും നർത്തകനുമായ വിനീതിനെയാണ് ഈ റോളിലേക്ക് ആദ്യം പരിഗണിച്ചതെങ്കിലും പരിണയം എന്ന ചിത്രത്തിൽ അഭിനയിക്കേണ്ടതുള്ളതുകൊണ്ട് വിനീത് ഈ റോള് വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു. ശോഭനയാണ് രാമനാഥനാകാൻ ഏറ്റവും അനുയോജ്യൻ ശ്രീധറാണെന്ന് പറയുന്നതും അങ്ങനെ അദ്ദേഹം ആ ചിത്രത്തിന്റെ ഭാഗമാകുന്നതും. നിരവധി കന്നഡ സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. നർത്തകിയും നടിയുമായ അനുരാധയാണ് ശ്രീധറിന്റെ ഭാര്യ. വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ താരം പറഞ്ഞത് ഇങ്ങനെയാണ്: നൃത്തം അഭ്യസിക്കുന്നിടത്ത് ജൂനിയറായിരുന്നു അനുരാധ. കണ്ടുമുട്ടുമ്പോൾ അനുരാധയ്ക്ക് 12-13 വയസ്സേ പ്രായമുള്ളൂ. അന്നു മുതലേ താൻ അനുവിനെ ശ്രദ്ധിച്ചു. വലിയ താല്പര്യത്തോടെയാണ് അനുരാധ നൃത്തം അഭ്യസിക്കുന്നത്. പിന്നീട് ചെന്നൈ കലാക്ഷേത്രയിലാണ് അനുരാധ പഠിച്ചത്. താൻ സിനിമയിൽ സജീവമായതോടെ പല നടിമാരുമായി ചേർത്ത് മാഗസീനുകളിൽ ഗോസിപ്പ് വരാൻ തുടങ്ങി. അതോടെ വീട്ടുകാർ തനിക്ക് വിവാഹം ആലോചിക്കാനും തുടങ്ങി. അപ്പോഴാണ് അനുരാധയെക്കുറിച്ചുള്ള കാര്യം വീട്ടിൽ തുറന്നു പറഞ്ഞത്. അനുവിന്റെ അച്ഛൻ മൃദംഗ വിദ്വാനായിരുന്നു. അവരുടെ കുടുംബവും സമ്മതം മൂളിയതോടെ ശ്രീധർ അനുരാധയുടെ കഴുത്തിൽ മിന്നു ചാർത്തി. വിവാഹശേഷം ഇവർ ഒരുമിച്ചാണ് വേദികളിലേക്ക് എത്തിയത്. നൃത്തത്തിനും അഭിനയത്തിനും പ്രാധാന്യം നൽകിയാണ് തങ്ങൾ അവതരിപ്പിക്കുന്നത്. മഹാസാധ്വി മല്ലമ്മ എന്ന സിനിമയിൽ അനുരാധയും ശ്രീധറും ശിവനും പാർവതിയുമായി വേഷമിട്ടിട്ടുണ്ട്. നിരവധി നൃത്ത വേദികളാണ് ഈ ദമ്പതിമാർ കീഴടക്കിയത്. കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല വിദേശങ്ങളിൽ വരെ നൃത്തം അവതരിപ്പിക്കാൻ പോകാറുണ്ടായിരുന്നു. അഭിനയത്തിലേക്ക് മാറിയിരുന്നെങ്കിൽ പോലും ലഭിക്കാത്തത്ര പ്രശസ്തിയാണ് ശ്രീധരന് നൃത്തത്തിലൂടെ ലഭിച്ചത്. മഹാത്മാഗാന്ധിയുടെ ജീവിതം ക്ലാസിക്കൽ നൃത്തത്തിലൂടെ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലും ശ്രീധറും ഭാര്യയും പങ്കുചേർന്നു. ഒരുപാട് പുരാണ കഥാപാത്രങ്ങളെ വേദിയിലെത്തിക്കാനുള്ള ആഗ്രഹങ്ങൾ ഇവർ എപ്പോഴും കാണിച്ചിട്ടുണ്ട്. ഒരു മകളാണ് ഇവർക്കുമുള്ളത്. അച്ഛന്റെയും അമ്മയുടെയും പാത പിന്തുടർന്ന് നൃത്തത്തിലേക്കാണ് മകളും എത്തിയത്. ബികോം റാങ്ക് ഹോൾഡറായ അനഘ പഠിത്തത്തിലും മുൻപിലാണ്. കലാക്ഷേത്രയിലെ പഠനത്തിന് ശേഷം മകളും തങ്ങൾക്കൊപ്പം നൃത്ത പരിപാടികളിൽ പങ്കെടുത്തു തുടങ്ങിയെന്നാണ് ശ്രീധർ പറഞ്ഞത്. മകളുടെ നൃത്തത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിലും ഇവർ അഭിമുഖം നൽകുകയും ചെയ്തു. അച്ഛനും അമ്മയും മകളും ചേർന്നും ഒരുപാട് സ്ഥലങ്ങളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്.